അസമയത്ത് ഈ പെൺകുട്ടി ഒന്നിലധികം പുരുഷന്മാരെ അസാധാരണമായ രീതിയിൽ ചുംബിക്കുകയും ആലിംഗനം ചെയ്തതായി കണ്ടു എന്നാണ് നിങ്ങൾ അന്വേഷണ സംഘത്തിന് കൊടുത്ത റിപ്പോർട്ട്, അല്ലേ? അതെ. അസമയത്തൊരു പെൺകുട്ടി. ആ, ഏതാണ് ആ സമയം? നിങ്ങൾ അസമയത്ത് പെൺകുട്ടിയെ കണ്ടവരില്ലേ? എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക, ഏത് സമയമാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അത് അല്ല. ആ പറയൂ, ഞങ്ങളൊക്കെ ഒന്ന് കേൾക്കട്ടെ. അത് പിന്നെ രാത്രി. രാത്രി അസമയമാണോ? അല്ല, ഞാൻ അപ്പൊ അങ്ങനെയല്ല. പാതിരാത്രി. പാതിരാത്രി അസമയമാണ്. പാതിരാത്രി അല്ലേ സാറേ? അപ്പൊ ഒരു പെൺകുട്ടിയെ അസാധാരണമായ രീതിയിൽ കണ്ടാൽ ഓക്കെ 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 എന്താണ് ഈ അസാധാരണം? അത് പിന്നെ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഡിഫൻസ് സാക്ഷികളെ അനാവശ്യമായി ചോദ്യങ്ങൾ ഉന്നയിച്ച് കൺഫ്യൂസ് ചെയ്യുകയാണ്. എങ്കിൽ നിങ്ങൾ പറയണം, എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് ഈ നാട്ടിൽ അസമയമെന്ന്? നിയമപുസ്തകങ്ങൾ മാത്രം ഉദ്ധരിച്ച് വാദിക്കുന്ന മിസ്റ്റർ കാവൂർ പറയണം, ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് എപ്പോഴാണ് ഒരു പെൺകുട്ടിക്ക് അസമയം? അങ്ങനെ ആണിന് മാത്രമില്ലാത്തൊരു അസമയം ഒരു പെൺകുട്ടിക്ക് മാത്രമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഇൻഫ്രിഞ്ച്മെന്റ് ഓഫ് ദി ബേസിക് റൈറ്റ്സ് ഓഫ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അസമയത്ത് ഒരു പെൺകുട്ടിയെ കണ്ടതായി സാക്ഷികൾ മൊഴി രേഖപ്പെടുത്തുമ്പോൾ ആ സമയം ഏതാണെന്ന് കൃത്യമായി രേഖപ്പെടുത്താൻ കോടതിക്ക് കഴിയണം. മിസ്റ്റർ മുകുന്ദൻ, നിങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പ്രിവിലേജസിനെ ഒരിക്കലും ചോദ്യം ചെയ്യരുത്. ഐ വിൽ ക്വസ്റ്റ്യൻ ദ കോർട്ട്. ചോദ്യം ചെയ്യപ്പെടേണ്ടത് കോടതിയാണെങ്കിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. കാരണം കോടതിയേക്കാൾ വലുതാണ് സത്യം. അല്ലെങ്കിൽ കോടതി ഉറക്കെ വിളിച്ച് പറയണം, നമ്മുടെ ഈ നാട്ടിൽ ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ അസമയമാണ്. ആ സമയത്ത് പുറത്തിറങ്ങുന്ന പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന യാതൊന്നിനും നിയമത്തിന്റെ പരിരക്ഷ ലഭിക്കുകയില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇനി അസാധാരണം എന്താണ്? ഈ അസാധാരണം ഒരാണും പെണ്ണും ഒരുമിച്ച് എവിടെയുണ്ടോ അവിടെ അസാധാരണം. ഒരുമിച്ച് സംസാരിച്ചാൽ അസാധാരണം, ഒരുമിച്ച് നടന്നാൽ അസാധാരണം, ഒരു ബൈക്കിന് പോയാൽ അസാധാരണം, ഒരു സിനിമയ്ക്ക് പോയാൽ അസാധാരണം. അത് പിന്നെ മനുഷ്യനായാൽ അല്പം സദാചാരബോധമൊക്കെ കാണില്ലേ സാറേ? സദാചാരം അന്യന്റെ സ്വകാര്യതയിലേക്ക് വലിഞ്ഞു കയറി ചെല്ലാനുള്ള ഇവന്റെയൊക്കെ ലൈസൻസിന്റെ പേരല്ല സദാചാരം. യുവർ ഓണർ, അഡ്വക്കേറ്റ് മുകുന്ദൻ പറയുന്ന കേട്ടാ തോന്നും ഇങ്ങനൊരു കൊലപാതകമേ നടന്നിട്ടില്ല. അദ്ദേഹത്തിന് സാക്ഷികളെ വിശ്വാസമില്ല, സാക്ഷി മൊഴികളെ വിശ്വാസമില്ല, പോലീസിന് വിശ്വാസമില്ല, എന്തിന് ബഹുമാനപ്പെട്ട കോടതിയെ പോലും വിശ്വാസമില്ല. പിന്നെ എന്താണാവോ മിസ്റ്റർ മുകുന്ദന് വിശ്വാസം? കോടതി മുൻപാകെ ഒരു സാക്ഷിയെ, ഒരൊറ്റ സാക്ഷിയെ വിസ്തരിക്കാൻ ഞാൻ അനുവാദം തേടുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ ഇത്? ഒറ്റ സാക്ഷിയല്ലേ ഉള്ളൂ, വാദം മുന്നോട്ട് പോട്ടെ. ഇദ്ദേഹം ഹാജരാക്കിയതുപോലെ സാക്ഷികളുടെ ഒരു നീണ്ട പട്ടികയൊന്നും എനിക്കില്ല. ഒരൊറ്റ സാക്ഷി, ഒരേ ഒരു സാക്ഷി. സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഹാജരാക്കിയ PW6 ഗവൺമെന്റ് സർജനെ വിസ്തരിക്കണം. പ്രൊസീഡ്. താങ്കളാണ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത്, അല്ലേ? അതെ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു പീഡന ശ്രമവും തലക്കടി കൊണ്ടതുമാണ് മരണകാരണമെന്ന്. യെസ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒബ്സർവേഷൻ കൂടി. നമ്മുടെ ഈ വിക്ടിം മരിക്കുന്നതിന് 2 മാസങ്ങൾക്ക് മുൻപ് അബോർഷൻ ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഹാപ്പൻ ടു ബി എ സർജിക്കൽ അബോർഷൻ, അല്ലേ? യെസ്, എക്സാക്ട്ലി. ഡോക്ടർ പ്രസാദ്, ഈ റിപ്പോർട്ട് തയ്യാറാക്കിയ താങ്കൾ ഏത് മെഡിക്കൽ കോളേജിൽ നിന്നാണ് MBBS MD പാസ്സായത്? വാട്ട് യുവർ ഓണർ, ഹി ഈസ് ട്രൈയിങ് ടു. ആൺസ്പർശമില്ലാതെ ദിവ്യഗർഭം ധരിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് പോലും ഒരു ഗർഭപാത്രം ഇല്ലാതിരുന്നതായി എങ്ങും പറയുന്നില്ല. പക്ഷേ ഈ നിൽക്കുന്ന ഗവൺമെന്റ് സർജനെ അതിനേക്കാൾ ദിവ്യമായി ഗർഭം ധരിപ്പിക്കാനും അത് അബോർട്ട് ചെയ്യിപ്പിക്കാനും റിപ്പോർട്ടുകളിലൂടെ കഴിയും. സംഭവം നടക്കുന്നതിന് 8 മാസങ്ങൾക്ക് മുമ്പുള്ള ഈ വെരിഫൈഡ് റിപ്പോർട്ട് പ്രകാരം പെൺകുട്ടിക്ക് സെർവിക്കൽ ക്യാൻസർ ആയിരുന്നുവെന്നും ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് പെൺകുട്ടിയുടെ സെർവിക്സും യൂട്രസും സർജിക്കലി റിമൂവ് ചെയ്തതിന്റെ റിപ്പോർട്ടാണത്. ഡേറ്റഡ് 14/8/2016. എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു? ചെറിയ സർജറി അല്ലേ? Hereby submitting the report. ഗർഭപാത്രമില്ലാത്തൊരു പെൺകുട്ടി ഗർഭം ധരിക്കുക എന്നത് അത്ഭുതം.
അതേ ഗർഭത്തെ അബോർട്ട് ചെയ്യുക എന്നത് മഹാത്ഭുതം. ഇത്തരം അത്ഭുതങ്ങൾ നടത്തുന്ന ഇവനെ പോലുള്ളവരെ ഡോക്ടർ നല്ല യുവർ ഓണർ വിളിക്കേണ്ടത്. ബിക്കോസ് he is a technically qualified government certified medical criminal. Objection, Your Honor. Yes, you will object. സത്യം അക്കമിട്ട് നിർത്തുമ്പോൾ എതിർക്കാതിരിക്കാനാവില്ല. ബിക്കോസ് യു ആർ an advocate of lies. അഡ്വക്കേറ്റ് മുകുന്ദൻ, ഇത് കോടതിയാണ്. ഇവിടെ നിങ്ങൾ മാത്രം വാദമുയർത്തിയാൽ പോരാ. സത്യം എന്താണെന്ന് നിങ്ങളല്ല, ബഹുമാനപ്പെട്ട കോടതിയാണ് പറയേണ്ടത്. മിസ്റ്റർ കാളൂർ, നിങ്ങൾക്ക് ക്രോസ് ചെയ്യാനുള്ള അവസരം ഞാൻ തരാം. യു മേ കണ്ടിന്യൂ.